ഹലോ എവരിവൺ, ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഫംഗൽ ഇൻഫെക്ഷനെ കുറിച്ചാണ്. ഫംഗസ് എന്ന് പറയുമ്പോൾ ചുണങ്ങ് അല്ലെങ്കിൽ വട്ടച്ചൊറി അല്ലെങ്കിൽ തഴുതണം എന്ന് പറയും ഈ മലബാർ സൈഡിലൊക്കെ. അപ്പോൾ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഓഫ് ദ സ്കിന്നിൻ്റെയും നെയിലിനെയും ഹെയറിനെയും ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, ലെറ്റ്സ് ജംപ് ഇൻ. അപ്പോൾ എന്താണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ? നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ, ഇതിനെ ഫംഗസ് സ്കിന്നിനെയും ഹെയറിനെയും നെയിലിനെയും ബാധിക്കും. ഇത് കൂടുതലായി വരുന്നത് ഈ ഹോട്ട് ക്ലൈമറ്റിലാണ്, ചൂടുള്ള ക്ലൈമറ്റ്, പിന്നെ ഈർപ്പുള്ള ക്ലൈമറ്റ്, നനവുള്ള ക്ലൈമറ്റിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് വളരുക. ഇത് പെട്ടെന്ന് പടരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ, ഫംഗസ് വന്നു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾ എൻവയറമെന്റിലും ഞങ്ങൾ തൊടുന്ന സ്ഥാനത്തും അവിടെയൊക്കെ കുറെ നാളത്തേക്ക് നിൽക്കും. അതുകൊണ്ട് സ്പ്രെഡ് ചെയ്യാൻ നല്ല ചാൻസ് ഉള്ള ഒരു ഇൻഫെക്ഷൻ ആണ് ഇത്. അപ്പോൾ ഫംഗസ് ഈ പല ടൈപ്പ് ഫംഗസ് ഉണ്ട്. പക്ഷെ ഹ്യൂമൻസ് ഈ ടൈപ്പ് ഫംഗസ്, ഈ റിംഗ് വർം എന്ന് പറയുന്നത് പെട്ടെന്ന് പടരുന്ന ടൈപ്പാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് വലിയ കുട്ടികൾക്കും വരാം, വലിയ ആൾക്കാർക്കും വരും. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേ മാതിരി ഒരേ സ്ഥലത്ത് വരാം, ഒരേ പ്രൈവറ്റ് പാർട്സിലൊക്കെ വരാം. ഇത് ട്രീറ്റ്മെന്റ് എടുത്താൽ വേഗം പോകും. ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു സ്ഥലത്ത് വന്ന് മറ്റൊരു സ്ഥലത്തിലൊക്കെ ആവും. സാധാരണ ഇത് സാധാരണ കവേർഡ് ഏരിയയിലായതുകൊണ്ട് അധികം ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയില്ല. കുറെ കഴിഞ്ഞ് പുറത്തു വന്നാലാണ് അത് പുറത്തു പറയാറുള്ളൂ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കണം. അതാണ് ഇതിന്റെ ഫംഗസിന്റെ പ്രത്യേകത. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടേജിയസ്, വളരെ പെട്ടെന്ന് പടരുന്ന ഒരു അസുഖമാണ് ഫംഗസ്. അപ്പോൾ ഇത് സാധാരണ ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ഇത് ജീവിക്കും. നല്ല ഹ്യൂമിഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ നനവുള്ള സ്ഥലത്തൊക്കെയാണ് ഇത് കൂടുതലായി ജീവിക്കുക. പിന്നെ ബ്രഷ്, കോമ്പ്, പിന്നെ ചെയർ, നമ്മൾ ഇരിക്കുന്ന ചെയറിന്റെ അടുത്തോ ടവല്, ഇതൊക്കെ കുറെ സമയത്ത് ഇത് ജീവിക്കും, കുറെ കാലത്തേക്കാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഈ ബ്രഷസിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്യൂ വീക്സ് അല്ലെങ്കിൽ ഒരു കുറച്ച് ആഴ്ച അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ വരെ അതിന് മേലെ നിൽക്കും. അതുകൊണ്ട് അത് വേറെ ആൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫംഗസ് പകരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ എന്താണെന്ന് വെച്ചാൽ നല്ല ചൊറിച്ചൽ ഉണ്ടാവും, പിന്നെ ചുവന്നിട്ടുണ്ടാകും, ചിലപ്പോൾ റൗണ്ടായിട്ട് ബോർഡർ കുറച്ച് പൊന്തിയിട്ടാണ് ഇത് ഉണ്ടാകുക, ചില ബ്രൗൺ കളർ ആയിരിക്കും, അതിന് പിന്നെ ചെറിയൊരു സ്കെയിലിംഗ് ഉണ്ടാവും, നല്ല ഇച്ചിങ് ഉണ്ടാവും. അതാണ് ഇതിന്റെ പ്രത്യേകത. വേറെ കൂടുതലായി കഴിഞ്ഞാൽ ഇത് അങ്ങനെ കൂടുതൽ ചുവന്ന് വന്ന് വേറെ സ്വെല്ലിങ് പോലെ ഉണ്ടാവും, ചെറിയ സ്വെല്ലിങ് പോലെ, പിന്നെ കുറച്ച് നീര് വരുന്ന പോലെയൊക്കെ ഉണ്ടാവും കൂടുതലായാലും. ആ ചെറിയ ഏരിയയിൽ വന്ന് അത് പിന്നെ സ്പ്രെഡ് കൂടുതലാവും. പിന്നെ ചിലപ്പോൾ ഈ ഫംഗസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ സപ്പോസ് ഫംഗസ് ഒരു പ്രൈവറ്റ് പാർട്ട് ഇവിടെയൊക്കെ വന്നെന്ന് വിചാരിച്ചു, അപ്പോൾ ഞങ്ങൾ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസം കൊണ്ട് പ്രത്യേക തരത്തിൽ ഞങ്ങളുടെ പ്രതിരോധ ശക്തി പ്രതികരിക്കും. അപ്പോൾ ഇച്ചിങ് അസുഖം ഇല്ലാത്തടത്ത് ചിലപ്പോൾ ഇച്ചിങ് ഉണ്ടാവും, ചിലപ്പോൾ ചെവിന്റെ സൈഡിൽ, കൈക്കും അല്ല കാലിനും ഒക്കെ ചിലപ്പോൾ ഇച്ചിങ് ഉണ്ടാവും. അവിടെ ഫംഗസ് ബാധിതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഫംഗസ് വേറെ എവിടെ ഉണ്ടാവും, ഗ്രോയിനിലോ ആക്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ ഇച്ചിങ് ചിലപ്പോൾ കൈക്കും കാലിനൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ചെവിയിലുണ്ടാവും. അത് ചിലപ്പോൾ ഒരു ഇഡ് റിയാക്ഷൻ അതിനെ പറയാം. അത് ചിലപ്പോൾ ഈ ഫംഗസിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചൊറിച്ചിലുണ്ടാകും. അപ്പൊ ചിലപ്പോൾ പേഷ്യൻസിലേക്ക് ഗുളികയുടെ അലർജിയാണ്, അവിടെ ഫംഗസ് ഇല്ലാതെ അങ്ങനെ ചൊറിച്ചൽ വരുന്നത് വിചാരിക്കും. അതുകൊണ്ട് പേഷ്യൻസ് പറഞ്ഞു കൊടുക്കണം, അഥവാ വേറെ സ്ഥലത്തേക്ക് ചൊറിച്ചൽ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയണം, ഡോക്ടറോട് പറയണം. വേറെ സ്ഥലത്ത് ചൊറിച്ചൽ വന്നാൽ അത് നോർമലാണ്. ചിലപ്പോൾ അലർജി ഉണ്ടാവും, കൈക്കും കാലിനും അല്ലാതെ വേറെ റാഷസ് ഒക്കെ, ഗുളികൾക്ക് അലർജി വരാം. അപ്പൊ അത് വേറെതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ റിയാക്ഷൻ അത് വേറെയാണ്. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് നോക്കാനുള്ളത് ഇത് ഡയഗ്നോസിസ് എങ്ങനെയാണ്. സാധാരണ ഇത് കണ്ടാൽ തന്നെ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ വട്ടത്തിലാണ് ഉണ്ടാകും. ഇത് ചുവന്നിട്ട് ബ്രൗണിഷ് കളർ ഉണ്ടാകും, കുറച്ച് ചെറിയ ചെറിയ സ്കെയിൽസ് ഉണ്ടാവും, ഇവിടെ പൊന്തിയ കാണുന്നില്ല. ഇത് ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇതാണ് ഒരു സിംഗിൾ ലീഷൻ ആണ്. ഇതാണ് കോമൺ ആയിട്ട് ഈ റൗണ്ട് ആയിട്ട് റൗണ്ട് വേം ഇതുകൊണ്ട് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ, സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ഒരു മെയിൻ കോസ്. ഡാൻഡ്രഫിന് മെയിൻ കാരണം ഡാൻഡ്രഫാണ്, ഫംഗസ് ആണ്. ഓക്കെ, സോ ഡാൻഡ്രഫിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വ്ളോഗിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടുതലായി അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പിന്നെ പിയേഡ്ര എന്ന് പറയും, ഒരു വൈറ്റ് ആയിട്ട് ഹെയറിന്റെ മേലെ കാണുന്നത്, അതൊരു ഫംഗസ് ആണ്. പിന്നെ ഈ KOH എക്സാമിനേഷൻ എന്ന് പറയും, മൈക്രോസ്കോപ്പിൽ കാണുന്ന ഒരു ഇതാണ് ഇത് ഫംഗസ്. അപ്പോൾ അത്
കൺഫേം ആക്കണേ ചിലപ്പോൾ ഞങ്ങൾ സ്കിന്നിന്റെ മേലെ നിന്ന് സ്ക്രൈപ്പിംഗ് എടുത്ത് നെയിൽ ക്ലിപ്പ് എടുത്തിട്ട് പരിശോധിക്കും. പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതാണ് കാണുക, ഇത് മൈക്രോസ്കോപ്പിൽ അതാണ് അത് പരിശോധിച്ച് ചെയ്യാനുള്ളത്. പിന്നെ വേറെ ഒരു ഇതാണ് പറഞ്ഞത് പേഡ. ഇത് വേറെ കൺഫ്യൂഷൻ അസുഖമാണ്. ഇത് ആക്സില് ആംപിറ്റിൽ വരുന്ന ഒരു അസുഖമാണ്. ഇത് ശരി ഫംഗൽ ഇൻഫെക്ഷൻ അല്ല, ട്രൈക്കോമൈക്കോസിസ് എന്ന് പറയും. പക്ഷെ ഇത് ആക്ച്വലി ട്രൈക്കോബാക്ടീരിയോസിസ്, ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്നത്, കോണി ബാക്ടീരിയ ബാക്ടീരിയ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമാണ് അത്. പക്ഷെ കോമൺ ആയിട്ട് ഫംഗസിനെ പോലെ വിവരിക്കാം. സാധാരണ അതിൽ ആംപിറ്റിലാണ് അത് വരാം. അപ്പം ആ പേര് കേട്ടിട്ട് മൈക്കോ എന്ന് പറയുമ്പോൾ അതിന്റെ മൈക്കോ എന്ന് പറഞ്ഞ ഫംഗസ് എന്നാണ് അർത്ഥം. അപ്പൊ ശരിക്കും അത് ട്രൈക്കോമൈക്കോസിസ് എന്ന പേര് റോങ് ആണ്, ട്രൈക്കോബാക്ടീരിയോസിസ് എന്നാണ്. പിന്നെ നമുക്കിതാ എവിടെയൊക്കെ ഇത് വരാം. അത് കോമൺ ആയിട്ട് കാണുന്ന സ്ഥലമാണ് ഗ്രോയിൻ, തൊടയുടെ 2 വശത്ത്. പിന്നെ കാണുന്ന ഏരിയ ഒക്കെ വിരലിന്റെ അടിയിൽ, ഇവിടെ കാണുന്നതാണ് ഈ വിരലിന്റെ അടിയിൽ വരാം, ഈ നെയിലിന് വരാം. ഇതാണ് ബ്രൗൺ, ഇത് ടിപ്പിക്കലായിട്ട് കാണുന്നത് ഇതാണ്, ഇത് നെയിൽ ഇൻഫെക്ഷൻ. ഇവിടെ കളർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ വേറെ അതേപോലെ ആവണമെന്നില്ല, ചിലപ്പോൾ അതുണ്ടാവും. ഇത് കാലിന്റെ അടിയിൽ ഉണ്ടാകുന്ന ഇതാണ്. ചിലപ്പോൾ ഇത് സോറാസിസ് ആണെന്ന് വിചാരിക്കും, പക്ഷെ ഫംഗൽ ഇൻഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ വിരലിന്റെ ഇടയിൽ ഒരു വൈറ്റിഷ് കളറൊക്കെ കാണാം. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. പിന്നെ ഇത് കൂടുതൽ കുട്ടിക്ക് പിന്നെ ബട്ടക്സില് ഈ സൈഡിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവും. ഇതുകൊണ്ടാണ് ഈ പ്രശ്നമായത്. ഇത് ഈ ഏരിയയിലൊക്കെ വരുന്നത് കൊണ്ട് അധികം അത് ഹൈഡ് ചെയ്യും, മറച്ചു വെക്കും. അപ്പൊ പ്രത്യേകിച്ച് കുട്ടികൾ അത് വലുതായി കഴിഞ്ഞാൽ അതുകൊണ്ട് ആ കുട്ടിയുടെ അടുത്ത് പ്രായമുള്ള ആൾക്ക് വരും, അല്ലെങ്കിൽ അതിലും ചെറിയ കുട്ടികൾക്കൊക്കെ വരും. അപ്പൊ അന്നേരമാണ് മനസ്സിലായി ഈ കുട്ടിക്കും ഉണ്ട്. അതാണ് ഇതിന്റെ ഈ ഫംഗസിന്റെ വലിയ പ്രശ്നം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു, ഡാൻഡ്രഫ് ഞാൻ പിന്നീട് സംസാരിക്കുന്നതായിരിക്കും. അത് ഒരു വലിയ ടോപ്പിക്കാണ്. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയും, കാൻഡിഡിയൽ വജൈനയിലൊക്കെ വരുന്ന ഇൻഫെക്ഷൻ, അതും ഫംഗസ് ആണ്. അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലെങ്കിൽ അത് പാർട്ട്നേഴ്സിന് പകരും, വൈഫിന് എടുക്കുന്ന ഹസ്ബൻഡ് എടുക്കുന്ന വൈഫിനും, ഹസ്ബൻഡ് എടുക്കുന്ന വൈഫിനും പാർട്ട്നേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പടരുത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ വേറെ ഇത് കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ ജിമ്മാണ് ഏറ്റവും അധികം ഇൻഫെക്ഷൻ ക്രോസ് ചെയ്യാനുള്ള ഒരു ഇടം. കാരണം എന്താ വെച്ചാൽ ജിമ്മിലുള്ള ഷാവേഴ്സ്, പിന്നെ ടവൽസ്, പിന്നെ സീറ്റ്, ഇതൊക്കെ ഒന്ന് ശരിക്കും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ അല്ല, ബാക്ടീരിയൽ ഇൻഫെക്ഷനും വൈറൽ ഇൻഫെക്ഷനും വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്യൂർ ചെയ്യാൻ പറ്റും. ഓഫ് കോഴ്സ് ഇത് നല്ലോണം ക്യൂർ ചെയ്യാൻ പറ്റും. ശരിക്കും മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ 100% ഇത് പോകും. നല്ല കെയർ എടുക്കണം. ഡോക്ടർ പറഞ്ഞ പോലെ മരുന്ന് കഴിക്കുകയോ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ 100% ഇത് ക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചിലപ്പോൾ ഇത് വേറെ എന്താ വെച്ചാൽ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സോ പ്ലേമേറ്റ്സോ അവർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മാനേജ്മെന്റ്, ഇതാണ് ഭയങ്കര കാര്യമായി ശ്രദ്ധിക്കേണ്ടത്. ഇത് ജീവിക്കുന്നത് നല്ല മറ്റേ തണുത്ത സ്ഥലത്തായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ഇത് സാധാരണ രീതിയിൽ ജീവിക്കുന്നത് വെച്ചാൽ തണുത്ത സ്ഥലത്ത് വെച്ചാൽ ഞങ്ങൾ കോർപ്പിൽ കൂടുതലായിട്ട് വേർക്കുന്ന സ്ഥലം, നനവുള്ള സ്ഥലം, ആംപിറ്റ്, ഗ്രോയിൻ, ഇവിടെയൊക്കെയാണ് കൂടുതലായി ജീവിക്കുക. അവിടെ എപ്പോഴും നല്ല ഡ്രൈ ആക്കി വെക്കുക, ക്ലീൻ ആക്കി വെക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഞങ്ങൾ ഇടുന്ന ഡ്രസ്സൊക്കെ നല്ല ചൂടുവെള്ളത്തിൽ അലക്കി വെയിലത്തിടാം, ഉൾവശം പുറത്താക്കി വെയിലത്തിടാം, എന്നിട്ട് അയൺ ചെയ്യുക, ഇസ്ത്രി ഇട്ടിട്ട് ഇടാം. പ്രത്യേകിച്ച് ഞങ്ങളെ സ്കിന്നിന് കോണ്ടാക്ട് വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉൾവശം പുറത്താക്കി നല്ലോണം അയൺ ചെയ്യാം. അയൺ ചെയ്യുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാരൻസിന് അവർക്ക് ബോധവൽക്കരണം കൊടുക്കണം. ക്ലാസ്മേറ്റ്സ്, ഫ്രണ്ട്സ്, ഇവരൊക്കെ ചിലപ്പം ഇത് അങ്ങോട്ട് പടരാം. അവർക്ക് ഉണ്ടോയെന്ന് അവരെ എക്സാം ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ വീട്ടിൽ ഒരാൾക്കുണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടോ എന്നുള്ള കൺഫേം ആക്കണം. ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ ഹൈഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പല ആൾക്കാരും ഇത് ഹൈഡ് ചെയ്ത് വെക്കും. പിന്നെ ട്രീറ്റ്മെന്റ് പാർട്ട് ഇതൊരു ഡോക്ടേഴ്സ് കാണുന്നതാണ്, ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ അത് നോക്കിയിട്ട് ചിലപ്പോൾ ഓയിൻമെന്റ് മാത്രം ശരിയാവില്ല. അധികം ആൾക്കാർ ഇപ്പം ഫാർമസിയിലൊക്കെ പോയിട്ട് ഫംഗസ് ഇൻഫെക്ഷൻ ഓയിൻമെന്റ് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും വലിയ ത്രെട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് വന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഫംഗസിന്. എന്ന് വെച്ചാൽ ചില മരുന്നൊന്നും ഫലിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആക്കുന്നില്ല ട്രീറ്റ്മെന്റ്, പകുതിക്ക് നിർത്തും. ട്രീറ്റ്മെന്റ് ഫുൾ ആക്കാതെ പകുതിക്ക് നിർത്തിയതുകൊണ്ട് റെസിസ്റ്റൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഔട്ടർ സ്റ്റേറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് പ്രത്യേകിച്ചിട്ട് ഇതിനെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആക്കാതെ. അതുകൊണ്ട് എത്ര ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാലും
വെച്ചാല് ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് മെഡിസിൻ കൊടുത്താൽ കൂടി ചിലപ്പോൾ എഫക്റ്റ് ആവില്ല. അപ്പോൾ ലോങ് ഡ്യൂറേഷന് ചിലപ്പോൾ ഇപ്പോൾ ഫംഗസിന്റെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം തന്നെ കഴിക്കണം. പകുതി നിർത്തിക്കാൻ ആദ്യം മുതലേ പിന്നെയും തുടങ്ങേണ്ടി വരും. അതിന് ക്രീം ഉണ്ട്, ലോഷൻ ഉണ്ട്, പിന്നെ പൗഡർ ഉണ്ട്, സോപ്പ് ഉണ്ട്. അത് ആ സോപ്പ് വേറെ ആൾ ഉപയോഗിക്കരുത്. സോപ്പ് വാങ്ങുന്നുണ്ടെങ്കിൽ പകുതി ആക്കിയിട്ട് വേറെ ഉപയോഗിക്കാം. അതേ സോപ്പ് വേറെ വീട്ടിൽ വേറെ ആൾക്കാർ ഉപയോഗിക്കരുത്. ടവല് ഇതൊക്കെ സെപ്പറേറ്റ് ഉപയോഗിക്കണം. കോമ്പ് അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറെ ഇതാണ്, അത് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ വേറെ ഒരു കോം, ഹെയർ ബ്രഷ്, പിന്നെ ടവല്, ഹാറ്റ്, ക്യാപ്പ്, അത് ഇതെല്ലാം എന്തൊന്നും ഷെയർ ചെയ്യരുത്. അപ്പൊ ഇപ്പം ഞങ്ങൾ പാൻഡമിക്കിനെ ഇപ്പൊ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് വൈറസ് ആണ്. അപ്പൊ ഞങ്ങൾ ബാക്ടീരിയയെ കുറിച്ചും പേടിക്കണം, വൈറസിനെ പേടിക്കണം, പിന്നെ ഈ ഫംഗസിനെ കൊണ്ടും നമ്മൾ പേടിക്കണം. അതുകൊണ്ട് എല്ലാം ഇതൊരു അവയർനെസ് പോലെ. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ ഫംഗൽ ഇൻഫെക്ഷനെ പറ്റി ഞാനിപ്പോൾ ഈ വ്ലോഗ് സംസാരിക്കാൻ വിചാരിച്ചത്. അപ്പൊ എല്ലാം ഞങ്ങൾ കുറച്ച് വൃത്തിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ അസുഖങ്ങൾക്ക് ഞങ്ങൾ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും. പിന്നെ ഞങ്ങളെ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ കൊണ്ട് ഞങ്ങളെ ഇതൊക്കെ കോമൊക്കെ ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതാണ് സെൽഫ് കെയർ. അപ്പോൾ ഈ ഫംഗസ് അഥവാ റിംഗ്വർം, ഇത് റാഷ്, ഇത് തവിതണം എന്ന് പറയും, പിന്നെ ചുണങ്ങ്, ഇതൊക്കെ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്ക് കുറച്ച് മനസ്സിലായെന്ന് ധരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ബിലോ. അതിനെ പറ്റിയിട്ട് എന്താണ്, എന്തിനെ പറ്റിയിട്ട് മനസ്സിലായോ നോക്കാം. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും കാണാം. സ്കിൻ ഡിസീസിനെ പറ്റി ഞാൻ പല ഡിസീസിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. മലയാളത്തിൽ തന്നെ, മലയാളം ഇംഗ്ലീഷും ഞാൻ മാറി മാറി സംസാരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ ടേക്ക് കെയർ, ബൈ ബൈ, നമസ്കാരം.